ഘടകകക്ഷികളുടെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ നീക്കങ്ങളുമായി കോൺഗ്രസ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട DCCകൾ. മുസ്ലിം ലീഗ് മലബാറിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതുകൊണ്ടും അടുത്ത വട്ടം നിയമസഭയിൽ കൂടുതൽ കോൺഗ്രസ് MLAമാർ ഉണ്ടാകേണ്ടതുകൊണ്ടും ഘടകകക്ഷികളായ PJ ജോസഫ് വിഭാഗം, RSP, മാണി സി കാപ്പൻ, RMP എന്നിവരുടെ സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസും ലീഗുമായി MLAമാരിലുള്ള വ്യത്യാസം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നും കൂടുതൽ MLAമാരുണ്ടായില്ലെങ്കിൽ മുഖ്യമന്ത്രി അഥവാ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ലീഗ് പിടിമുറുക്കുമെന്ന ആശങ്കയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് പറയപ്പെടുന്നു. മധ്യ കേരളത്തിൽ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് തടസ്സം KM മാണിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ആ പാർട്ടിയെ തന്നെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റ് PJ ജോസഫ് വിഭാഗത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. 2 സീറ്റിലൊഴികെ എല്ലാം അവർ തോൽക്കുകയും ചെയ്തു. സീനിയർ കോൺഗ്രസ് നേതാവ് KC ജോസഫ്, ജോസഫ് വാഴക്കൻ, പ്രൊഫസർ PJ കുര്യൻ, ശിവദാസൻ നായർ, ആന്റണി MP, കൊടിക്കുന്നിൽ സുരേഷ് MP, കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാണി വിഭാഗത്തെ പുറത്താക്കിയെങ്കിലും അതിന്റെ യാതൊരു ഗുണവും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചില്ല എന്നതാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന കാരണം. മുന്നണി മര്യാദയുടെ പേരിൽ കോട്ടയം ലോക്സഭാ സീറ്റും ജോസഫ് ഗ്രൂപ്പിന് നൽകി. ആയതിനാൽ തന്നെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. ചങ്ങനാശ്ശേരിയിൽ അജീഷ് ബെൻ, ഏറ്റുമാനൂർ സീറ്റിൽ KC ജോസഫ് എന്നിവരാണ് കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്ന സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ ഇലക്ഷനിൽ ചങ്ങനാശ്ശേരിയിലോ ഏറ്റുമാനൂരിലോ മത്സരിക്കുന്നതിനായി ഇരിക്കൂർ ഉപേക്ഷിച്ച KC ജോസഫിന് സീറ്റ് ലഭിക്കാതെ പോയത് ജോസഫ് ഗ്രൂപ്പിന്റെ പിടിവാശി കാരണമായിരുന്നു. നിലവിലെ മാറിയ സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ സഹായമില്ലാതെ തന്നെ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുപോലെ തന്നെ നിലവിൽ മാണി സി കാപ്പൻ MLA ആയ പാലായിലും കോൺഗ്രസ് മത്സരിക്കണമെന്നുള്ളതാണ് പൊതുവികാരം. രാമപുരം സ്വദേശി ജോസഫ് വാഴക്കനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. മാണി സി കാപ്പനുമായി ഒരു പ്രാവശ്യം സീറ്റ് എന്നുള്ള എഗ്രിമെന്റ് മാത്രമാണ് ഉള്ളതത്രേ. തൊടുപുഴ, കടുത്തുരുത്തി, ഉടുമ്പൻചോല, വൈക്കം, മട്ടന്നൂർ എന്നീ സീറ്റുകളാവും ജോസഫ് വിഭാഗത്തിന് നൽകുക. തിരുവല്ല സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. PJ കുര്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോമിനിയാകും അവിടെ മത്സരിക്കുക. കേവലം 1000 വോട്ടുകൾ പോലും ഒരു മണ്ഡലത്തിൽ ഇല്ലാത്ത ജോസഫ് ഗ്രൂപ്പിന് ലോക്സഭാ സീറ്റ് തന്നെ അധികമാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. കോട്ടയം ജില്ലയിലാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക ലിസ്റ്റ് പോലും തയ്യാറാക്കിയിട്ടുണ്ട്. കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ തിരുവഞ്ചൂരിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ, ഏറ്റുമാനൂർ KC ജോസഫ്, പാല ജോസഫ് വാഴക്കൻ, പൂഞ്ഞാർ ടോമി കല്ലാനി, കാഞ്ഞിരപ്പള്ളി നാട്ടകം സുരേഷ് അല്ലെങ്കിൽ ജോഷി ഫിലിപ്പ്, പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ, ചങ്ങനാശ്ശേരി ഡോക്ടർ അജീഷ് ബെൻ. ഇതാണ് കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്ന ലിസ്റ്റ്. പത്തനംതിട്ട ജില്ലയിലും പ്രാഥമിക ലിസ്റ്റ് തയ്യാറാക്കി വരുന്നു. ഇടുക്കി ജില്ലയിൽ ഇടുക്കിക്ക് പകരം ഉടുമ്പൻചോല സീറ്റാവും ജോസഫ് ഗ്രൂപ്പിന് നൽകുക. കോൺഗ്രസിന്റെ ഈ തീരുമാനങ്ങൾ മുന്നണിയിലെ ഘടകകക്ഷികൾ എങ്ങനെ സ്വീകരിക്കുമെന്നും മുന്നണി ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ആണ് ഇനി അറിയാനുള്ളത്.